സമഗ്ര വിവരങ്ങളാണ് അശ്വതി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. EDക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ ഐസക്കിന് തീരുമാനമെടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഐസക് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകില്ല. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തോമസ് ഐസക് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? EDയുടെ ഒരു നിലപാട് എന്താണ്? ലിബീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് 5-ാം തവണയാണ് ഈ കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ED തോമസ് ഐസക്കിനെ നോട്ടീസ് അയക്കുന്നത്. അതിൽ ഇന്ന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് ഐസക്കിന്റെ ഹർജി സുപ്രീം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന് ഹാജരാകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തോമസ് ഐസക്കിന് എന്ത് തീരുമാനം എടുക്കാമെന്നുള്ളൊരു വാക്കാൽ പരാമർശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തോമസ് ഐസക് ഹാജരായിട്ടില്ല. നേരത്തെയും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി കഴിഞ്ഞ മാസം 1-ാം തീയതി തോമസ് ഐസക്കിനെ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും തുടർന്നുള്ള നടപടികളിലേക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഈ നോട്ടീസ് പിൻവലിക്കുന്ന, അതായത് ഈ മസാല ബോണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം 1-ാം തീയതി നോട്ടീസ് അയച്ചു. സമൻസ് ചോദ്യം ഐസക് ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തു. തുടർന്ന് EDയുടെ നടപടി അത് ശരിയല്ല എന്നുള്ളൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തുണ്ടായതിനെ തുടർന്ന് ED അത്തരത്തിലുള്ള ഈ നോട്ടീസുകളെല്ലാം തന്നെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഹൈക്കോടതിയിൽ തന്നെ ഒരു പരാമർശം ഉണ്ടായത്, ഇത്തരത്തിൽ അന്വേഷണം തുടരുന്നതിന് തടസ്സമില്ല, എന്തിനാണ് മീഡിയ ഭയപ്പെടുന്നത് തുടങ്ങിയ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നോട്ടീസിനെ ഭയപ്പെടുന്നത് എന്തിനാണെന്നും തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് വീണ്ടും ED അയക്കുന്ന സാഹചര്യമുണ്ടായത്. ആ സമയത്തും EDയുടെ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഐസക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഹാജരാകേണ്ട ദിവസമായിരുന്നു EDക്ക് മുന്നിൽ. ഇന്നും തോമസ് ഐസക് ഹാജരായിട്ടില്ല. ഇന്ന് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ഹൈക്കോടതിക്ക് പരിഗണിക്കുക മനസ്സിലാക്കാൻ സാധിക്കുക. മസാല ബോണ്ടിലെ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ആണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇത് ഒരു തരത്തിലും ഐസക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം മാത്രമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ED ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഐസക് പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരിക്കലും ഇത്തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള നടപടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഏത് കേസിന്റെ ഏത് കേസ് പരിഗണിച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഐസക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ EDക്ക് മുന്നിൽ തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള നടപടികളിലേക്കാകും വീണ്ടും പോവുക. കാരണം ഈ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം പോലും ഉണ്ടായാൽ ഉറപ്പായും തോമസ് ഐസക് ഹാജരാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകും. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ലിബീഷ്. ശരി എബി. വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്.